ഒത്തിരി പേര് ആവശ്യപ്പെട്ടിട്ടുള്ളൊരു ഡിഷായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് റോസ്റ്റ് പോർക്കും അതിൻ്റെ സോസും ആയിട്ടാണ്. ഇതിപ്പോൾ ഞാൻ പോർക്ക് ചോപ്സാണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോൾ പീസ് പോർക്കും ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ അതിന് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ തൈം ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ റോസ്മേരി 1/2 ടീസ്പൂൺ, പപ്രിക്ക പൗഡർ 1/2 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മസ്റ്റേർഡ്. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് സോയ സോസും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിനെ മാരിനേറ്റ് ചെയ്ത് വെക്കാം. 1 ടേബിൾ സ്പൂൺ സോയ സോസ്, ഇതെല്ലാം കൂടെ യോജിച്ച് നമുക്ക് മാരിനേറ്റ് ചെയ്ത് ഇതിനെ റെഡിയാക്കി ഒരു 1/2 അവർ വെക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച പോർക്ക് ഇപ്പോൾ ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. അതിനെ നമുക്ക് ഇതിനകത്ത് ഇട്ട് 1-2 സൈഡും ബ്രൗൺ ആക്കി എടുക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. 2 സൈഡും ബ്രൗൺ ആയിട്ട് വേണം നമുക്ക് അതിനെ കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് നോക്കാം. അതായത് 2 സൈഡും നല്ല ബ്രൗൺ ആവും. നല്ല ബ്രൗൺ ആയിട്ടുള്ള നമുക്കിപ്പോൾ കാണാം. പക്ഷേ കുക്കായിട്ടില്ല, അതൊക്കെ കുക്ക് ചെയ്യാനുണ്ട്. അത് നമുക്ക് കുക്കറിലിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ ഒരെണ്ണം ഞാൻ മറിച്ചിട്ട് അതുപോലെ തന്നെ നമുക്ക് അടുത്ത പീസും കൂടെ മറിച്ചിട്ട് നോക്കാം. എന്നിട്ട് ഈ സൈഡും നല്ല ബ്രൗൺ ആവാം. ഇപ്പോൾ ഒരു സൈഡായി. ഇപ്പോൾ നമുക്ക് കാണാം, ക്ലോസപ്പിൽ കാണിച്ചു തരാം. നല്ല റോസ്റ്റായിട്ട് വരുന്നുണ്ട്, കാരമലൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ മറ്റേ സൈഡും ബ്രൗൺ ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അതിനെ എടുത്തിട്ട് പ്രഷർ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ്. പ്രഷർ കുക്കറിൽ വെച്ചിട്ട് വേണം ഇതിനെ വേവിക്കാനായിട്ട്. അടുത്ത പീസിനെ ഞാനെടുത്ത് പ്രഷർ കുക്കറിലോട്ട് വെച്ചു. ഇതിൻ്റെ കൂടെ ഇത് മാത്രമല്ല, നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യണം. അത് ഞാനിപ്പോൾ ചേർക്കാൻ പോകും. ആ പോർക്ക് മാറ്റിയിട്ട് അതിനകത്തോട്ട് ഞാൻ 2 സവോള, അതിൻ്റെ തൊലിയോട് കൂടി, നിങ്ങൾ ശ്രദ്ധിക്കണം, തൊലിയോട് കൂടിയാണ് ഞാൻ ഇട്ടേക്കുന്നത് സവോള. പിന്നെ അതേ ഗാർലിക്ക്, നമ്മുടെ ഒരു കുടം ഗാർലിക്ക് 2ആയിട്ട് മുറിച്ചത്, പിന്നെ സെലറി, പിന്നെ നമ്മൾ ക്യാരറ്റിൻ്റെ തൊണ്ടും, അതിന് 2 സൈഡുകളെല്ലാം വാഷ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തിട്ട് ഇതിനെ ഒന്ന് കാരമലൈസ് ചെയ്യുന്നത്. ഇതുമൊക്കെ ഒന്ന് ലൈറ്റ് ബ്രൗൺ ആവണം, എന്നാലേ നമ്മുടെ സ്റ്റോക്കിന് നല്ലൊരു ബ്രൗൺ കളർ കിട്ടുള്ളൂ. സെലറിയുടെ തണ്ട് ഇടണ്ട, ലീവ്സ് മാത്രം ഇട്ടാൽ മതി. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് 2 ബേ ലീവ്സ്, നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ സ്റ്റോക്കിനൊക്കെ. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് തൈമ് അല്ലെങ്കിൽ റോസ്മേരി ഏത് വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പം കുറച്ച് തൈമ്, ഇത് ഡ്രൈ തൈമാണ്, ഫ്രഷ് കിട്ടിയാൽ കുറച്ചുകൂടെ നല്ലതാണ്. ഇത് നല്ലതായിട്ട് ഒന്ന് ബ്രൗൺ ആയി വരട്ടെ. ഇപ്പോൾ സവാളയുടെ ഒരു സൈഡൊക്കെ ബ്രൗൺ ആയിട്ടുണ്ട്, ഗാർലിക്കിൻ്റെയും കുറച്ച് ബ്രൗൺ ആയിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു തക്കാളി വലിയ കഷ്ണമായിട്ട് ഇട്ട് കൊടുത്താൽ മതി. അതിനെയും ഒന്ന് വഴറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേണം. പ്രഷർ കുക്കറിൽ ഞാൻ പോർക്ക് ചോപ്സ് ഇട്ടിട്ടുണ്ട്. അതിനകത്തോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേണം നമുക്കതിനെ കുക്ക് ചെയ്ത് എടുക്കാനായിട്ട്. ഇതൊരു 5 മിനിറ്റ്സ് to 7 മിനിറ്റ്സ് എടുക്കും. ഇത്രയും കുറച്ച് വലിയ പീസായതുകൊണ്ട് പോർക്ക് വേവാനായിട്ട്. എന്നിട്ട് അത് പ്രഷർ കുക്ക് ചെയ്ത് അതിൻ്റെ സ്റ്റോക്ക് എടുത്തിട്ട് വേണം നമുക്ക് സോസ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആ സോട്ടേ ചെയ്ത വെജിറ്റബിൾസും എല്ലാം ആ പോർക്കിൻ്റെ കൂടെ ഇട്ട് കൊടുത്തു. അതിനകത്തോട്ട് കുറച്ച്, ഞാനിപ്പോൾ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ചിക്കൻ സ്റ്റോക്ക് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നോർമൽ വെള്ളം ഉപയോഗിച്ചാലും മതി. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതിനെ പ്രഷർ കുക്കർ ചെയ്തെടുക്കാം. നമുക്ക് സോസിന് ആവശ്യത്തിനുള്ള വെള്ളം വേണം. കണ്ടിപ്പോൾ പോർക്ക് കഷ്ണമൊക്കെ അതിനകത്ത് നികന്ന് കിടപ്പുണ്ട്. അത്രയും വെള്ളം മതി. എന്നിട്ട് നമുക്കതിനെ കുക്ക് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് പോർക്ക് ചോപ്സിനൂടെ കഴിക്കാനുള്ള വെജിറ്റബിൾസ് കുക്ക് ചെയ്യണം. അപ്പോൾ അതിനൊരു ഞാൻ പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അത് ബ്ലാഞ്ച് ചെയ്തെടുക്കാമെന്ന് പറയും. അധികം അങ്ങനെ കുക്കാവണ്ട. എന്നിട്ട് അതിനകത്തോട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്. ഞാനിവിടെ വെജിറ്റബിൾസായിട്ട് ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ബീൻസും ക്യാരറ്റുമാണ്. ഇഷ്ടമുള്ള ബ്രൊക്കോളിയൊക്കെ ആഡ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് വെച്ചാൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ, തിളയ്ക്കുന്ന വരെ നമുക്കിതിനെ ഒന്ന് മൂടി വെച്ച് ഇതിനെ ഒന്ന് തിളപ്പിക്കണം. തിളച്ച് കഴിഞ്ഞിട്ട് ആ വെള്ളത്തിലോട്ട് ആദ്യം ബീൻസിനെ കുക്ക് ചെയ്ത് മാറ്റാം. അത് കഴിഞ്ഞ് ക്യാരറ്റും കുക്ക് ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മുടെ കണ്ടോ, വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ ബീൻസാണ് ഇടുന്നത്. എന്താണെന്ന് വെച്ചാൽ ക്യാരറ്റ് ഇട്ട ആ വെള്ളത്തിൻ്റെ കളറൊന്ന് ചേഞ്ച് ആവും, ഒരു യെല്ലോ കളറാവും. അപ്പോൾ നമുക്ക് ആ ബീൻസിൻ്റെയൊക്കെ നല്ല ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഗ്രീൻ വെജിറ്റബിൾ ആദ്യം ഇടാം. അത് കഴിഞ്ഞ് ഏറ്റവും അവസാനം ക്യാരറ്റ് ഇട്ട് കൊടുത്താൽ മതി. ഇത് ഇട്ടിട്ട് ഒരു 2 മിനിറ്റ്സ് കൊണ്ട് ഇത് കുക്കാവും. ഇത് ഹൈ ഹീറ്റിൽ തന്നെ കിടന്നാൽ മതി. ഈ വെള്ളത്തിൽ കിടന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ മൂടി വെച്ച് അതിന് 2 മിനിറ്റ്സ് കുക്ക് ചെയ്യുകയാണ്. എന്നിട്ട് അതിനെ സ്ട്രെയിൻ ചെയ്തിട്ട് നമുക്കൊന്നിലെ ഒരു പരന്ന പ്ലേറ്റിലോട്ട് ഇടുക, അല്ലെങ്കിൽ ഐസ് വാട്ടറിലോട്ട് ഇട്ടാൽ അതിന് കുക്കിംഗ് സ്റ്റോപ്പ് ആവും. എന്നിട്ട് വേണം നമുക്കതിനെ ഉപയോഗിക്കാനായിട്ട്.
ഇപ്പോൾ ഒരു 2 മിനിറ്റ്സ് കഴിഞ്ഞു. ഞാൻ തുറന്ന് നോക്കുക. കണ്ടോ, ബീൻസിൻ്റെ കളറൊക്കെ തന്നെ ഒന്നുകൂടെ നല്ല ഗ്രീൻ ആയിട്ടുണ്ട്, അത് കുക്കായിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് സ്ട്രെയിൻ ചെയ്ത് ഒരു സ്ട്രെയിനറിൽ എടുത്തിട്ട് ഐസ് വാട്ടറിലോട്ട് ഇടാം. അതല്ലെങ്കിൽ ഒരു പരന്ന പാത്രത്തിലിട്ട് അതിൻ്റെ കുക്കിംഗ് സ്റ്റോപ്പ് ചെയ്യണം, അത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ ഇതിനെ എടുക്കാൻ പോകും. അത് സോഫ്റ്റും ആയിട്ടുണ്ടാവും. ഞാൻ ബീൻസൊക്കെ എടുത്തു. ഇനി ക്യാരറ്റ് കുക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇതിനകത്ത് ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്തു. എന്നിട്ട് വേണം നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ക്യാരറ്റിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും ആ ഷുഗർ ഇട്ട് അതിനെ ബ്ലാൻഡ് ചെയ്തെടുക്കുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്ന കുക്കിംഗ് പ്രോസസ്സിനെയാണ് നമ്മൾ ബ്ലാൻഡ് ചെയ്യുക എന്ന് പറയുന്നത്. അധികം കുക്ക് ചെയ്യാതെ ജസ്റ്റ് അത് കുക്കാവാനേ പാടുള്ളൂ. ഇതും ഒരു 1 മിനിറ്റ്സ് മതിയാവും. ക്യാരറ്റ് കുറച്ചും കൂടി എളുപ്പം കുക്കാവും. ഇപ്പോൾ ഞാൻ ക്യാരറ്റിനെയും അടുപ്പത്തുനിന്ന് എടുക്കാൻ പോവുകയാണ്. അല്ലോ, നല്ല കളറായിട്ട് കുക്ക് ചെയ്ത ക്യാരറ്റ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റി. അപ്പോൾ നമുക്ക് ഈ പ്രഷർ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ പോർക്കൊക്കെ വെന്തിട്ടുണ്ടാവും. കണ്ടോ, നല്ല കളറിലിരിപ്പുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ പോർക്ക് പീസ് നമുക്കിതിൽ നിന്ന് മാറ്റണം. അതായത് തന്നെ സ്റ്റോക്ക് അരിച്ചെടുത്തിട്ട് അതിനെ ഒന്ന് റെഡ്യൂസ് ചെയ്യണം. ഇപ്പോൾ ആ പോർക്ക് ചോപ്സ് ഞാനതെടുത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ഓവനിൽ വെച്ചൊന്ന് ബേക്ക് ചെയ്യണം. നിങ്ങൾ സ്റ്റോക്ക് കണ്ടോ, നല്ല കളറായിട്ടുള്ള നല്ല ബ്രൗൺ കളറായിട്ടുള്ള സ്റ്റോക്കാണ്. പക്ഷേ ഇതിങ്ങനെ കുറച്ച് തിന്നാണ്. നമുക്കിതിനെ ഒന്ന് റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഇതിനെ ഒന്ന് അടുപ്പത്ത് വെച്ച് ഞാൻ ഇതിൻ്റെ ഒരു ഹാഫ് ക്വാണ്ടിറ്റി ആക്കണം. അതായത് ഈ ഡിഷിൻ്റെ സത്ത് മുഴുവൻ ഈ സോസിലാണ്. നമ്മളെ മീറ്റ് റോസ്റ്റ് ചെയ്തിട്ട് ഈ സോസും വെജിറ്റബിൾസും ഒക്കെ കൂടിയാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. അപ്പോൾ ആ സോസിനാണ് ഏറ്റവും നല്ല ഫ്ലേവർ വരുന്നത് ഈ ഡിഷിൻ്റെ. അപ്പോൾ അത്രയും സൂക്ഷിച്ച് വേണം നമ്മളിത് കൈകാര്യം ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഇതിപ്പം വെള്ളം പോലെ ഇരിക്കുന്നത്. അപ്പോൾ അതിനെ നമുക്കൊന്ന് തിക്കൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഈ സ്റ്റോക്കിനെ തന്നെ ഒന്ന് പകുതിയായിട്ട് റെഡ്യൂസ് ചെയ്യട്ടെ. ഞാനൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ ചോപ്സിനെ ഒന്നും കൂടെ ബ്രൗൺ ആക്കി എടുക്കണം ഇതിനകത്ത്. എന്നിട്ട് വേണം നമുക്ക് ഓവനിലോട്ട് വെക്കാനായിട്ട്. വളരെ സോഫ്റ്റാണ് ഇപ്പോൾ. രണ്ട് സൈഡും ഒന്നും കൂടെ ഒന്ന് ബ്രൗൺ ആവും. ഒരു സൈഡായിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ആഹാ, നല്ല കളറായി, നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. കണ്ട, ഫാറ്റൊക്കെ നല്ല ബ്രൗണായിട്ട് ഈ മീറ്റ് നല്ല ജ്യൂസി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ചിക്കൻ വെച്ചിട്ടും ഇതുപോലെ തന്നെ ചെയ്യാം. ഈ സെയിം പ്രോസസ്സ് നിങ്ങൾ ചെയ്താൽ മതി. പോർക്ക് കഴിക്കാത്ത കുറച്ച് പേരുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞു തന്നത്. ചിക്കൻ്റെ ബ്രസ്റ്റ് പീസൊക്കെ വെച്ച് ഈ സെയിം പ്രോസസ്സ് ചെയ്താലും നിങ്ങൾക്ക് ചിക്കൻ റോസ്റ്റ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കും. ഇതിനെ ഇപ്പോൾ ഞാൻ പ്രീ ഹീറ്റ് ചെയ്ത് ഓവനിലോട്ട് വെക്കാൻ പോവുകയാണേ. ഇനി ഒരു 10 മിനിറ്റ്സ് അങ്ങനെ ഇരുന്ന് ഒന്നുകൂടെ മുകൾവശം നല്ല റോസ്റ്റ് ആവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ ആ പോർക്ക് റോസ്റ്റ് ചെയ്ത് അതിനകത്തോട്ട് തന്നെ ഒരു ടേബിൾ സ്പൂൺ നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 ടീസ്പൂണോളം കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ ബട്ടറിൽ അത് കിടന്ന് ഒന്ന് ലൈറ്റായിട്ട് ഒന്ന് അതിൻ്റെ പച്ചച്ചവ മാറുന്നവരെ നമുക്കതിനെ കുക്ക് ചെയ്യണം. 1:1 ആണ് ഇതിൻ്റെ റേഷ്യോ. അതായത് 1 ടീസ്പൂൺ ബട്ടർ ആണെങ്കിൽ 1 ടീസ്പൂൺ കോൺഫ്ലവർ. എന്നിട്ട് അത് നമ്മൾ മാറ്റി അടുപ്പത്തുനിന്ന് വേറൊരു പാൻ വെച്ചിട്ട് അതിനകത്തോട്ട് ബട്ടറിൽ നമുക്ക് ചെറുതായിട്ട് വളരെ ഫൈനായിട്ട് അരിഞ്ഞ ചെറിയ ഉള്ളിയും ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നവരെ അതിനെ വഴറ്റിയെടുക്കണം. നമുക്ക് സോസിൻ്റെ സ്റ്റോക്ക് ഒഴിച്ചിട്ട് വേണം ഇത്, അതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ ആ ചെറിയ ഉള്ളി അതിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് ബ്രൗൺ ആയി വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ ഫൈനായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചുമന്നുള്ളിയും വെളുത്തുള്ളിയും എല്ലാം ആ ബട്ടറിൽ കിടന്ന് നല്ലൊരു ബ്രൗൺ ആവുന്നവരെ അതിനെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഗാർലിക്കും ക്യാരറ്റും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ബട്ടറിൽ. എന്നിട്ട് നമ്മൾ വിനീഗറിൻ്റെ ക്യാപ്പിൽ 1 ക്യാപ്പ് വിനീഗർ നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കതിനെ മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ റെഡ്യൂസ് ചെയ്ത ആ സ്റ്റോക്ക് ഇതിനകത്തോട്ട് ചേർക്കാം. ഓൾറെഡി ഞാൻ ഹാഫ് ക്വാണ്ടിറ്റി ആയിട്ടുണ്ട്. കളർ നല്ല ബ്യൂട്ടിഫുൾ കളറായിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കിടന്ന് ഇതൊന്നും കൂടെ ഒന്ന് റെഡ്യൂസ് ആകണം. അപ്പോൾ എല്ലാവരും അതിൻ്റെ ഉപ്പും എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. സ്റ്റോക്ക് റെഡ്യൂസ് ചെയ്തുകൊണ്ട് ആദ്യം നമ്മൾ കുറച്ച് ഉപ്പിട്ടാണ് വേവിച്ചത്. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ഫ്രഷ് ക്രീമും കൂടെ ഇട്ടെടുത്താൽ മതി. എല്ലാം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, എല്ലാം കറക്റ്റാണ്.
ഇതിപ്പം മൃണാൾസിൻ്റെ ഇത് കണ്ടിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കുറേ പേരുണ്ട്. അവർ ആവശ്യപ്പെട്ടിട്ടാണ് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത്. ഇനിയും കുറേ ഡിഷസ് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സൗകര്യം പോലെ ചെയ്യാം. എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യാൻ പറ്റില്ല, കുറച്ച് വെയിറ്റ് ചെയ്യണേ. അപ്പോൾ ഇതിനകത്തോട്ട് ആ ബട്ടറും കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കാണാതെ നേരത്തെ കുറച്ചും കൂടെ തിക്കനായിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഫ്രഷ് ക്രീം കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ഇത് തിക്കനാവും. ഇനി അത് നമുക്ക് വിസ്ക് വെച്ചിട്ട് വേണം ഇനി നമുക്കതിനെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാനായിട്ട്. വിസ്ക് ചെയ്ത് നന്നായിട്ട് യോജിപ്പിക്കുക. കണ്ടോ. അപ്പോൾ അതിൻ്റെ കളറ് ഒരു ലൈറ്റ് ബ്രൗൺ ആവും. അത് നല്ല ഡാർക്ക് ബ്രൗൺ ആയിരുന്നു. ആ ക്രീം കൂടെ ചേർന്നപ്പോഴത്തേക്കാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസിയും അതിൻ്റെ കളറും വന്നത്. ഇതാണ് നമ്മൾ പോർക്ക് റോസ്റ്റിൻ്റെ കൂടെ അല്ലെങ്കിൽ ഏത് മീറ്റിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ബേസിക് ആയിട്ടുള്ള സോസ്. ഓഫ് ചെയ്തു. എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് കോൾഡ് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് വിസ്ക് ചെയ്യണം. ഇത് നല്ല റിച്ചാണ് ഈ സോസ്, കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ. എന്നിട്ട് ആ ബട്ടർ ഇടുമ്പോൾ നമ്മുടെ അടുപ്പ് ഓഫായിരിക്കണം. ആ ചെറിയ ചൂടിൽ വേണം ആ ബട്ടറിനെ അതിനകത്ത് നമ്മൾ ബീറ്റ് ചെയ്ത് ചേർക്കണം. അപ്പോൾ കുറച്ചും കൂടെ നല്ല ഫ്ലേവർ, ബട്ടറിൻ്റെ ഫ്ലേവർ എല്ലാം സോസിൽ കിട്ടും. അപ്പോൾ കുറച്ച് ഫ്രഷ് പെപ്പറും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് വേണമെങ്കിൽ സ്പൈസസ് കുറവുണ്ടെങ്കിൽ ഒറിഗാനോ അല്ലെങ്കിൽ റോസ്മേരി, തൈം ഇതിലേത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഫ്രഷ് ഹെർബ്സ് നമുക്ക് അതിൻ്റെ മുകളിലിട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ ആ സോസിന് നല്ല ഫ്ലേവർ കിട്ടും. ഇനി നമുക്ക് വെജിറ്റബിൾസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും കൂടെ ഞാനിപ്പോൾ കാണിച്ചു തരാം. പോർക്ക് എന്തായെന്നൊന്ന് നോക്കാം. ഞാനതിനെ ഒന്ന് ഓവണിൽ നിന്നൊന്ന് എടുത്ത് നോക്കട്ടെ, കളറായിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണ്ടേ. കണ്ടോ, നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം, എന്നിട്ട് വേണം സെർവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ വേറൊരു പാനിൽ കുറച്ച് ബട്ടറും ഓയിലും ഞാൻ ചൂടാക്കി അതിനകത്തോട്ട് നമുക്ക് മഷ്റൂം, അത് കുക്ക് ചെയ്യാത്ത നമ്മൾ മറ്റേ ബീൻസും ക്യാരറ്റും നമ്മൾ കുക്ക് ചെയ്തല്ലോ. എന്നിട്ട് ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് പെപ്പറും സോൾട്ടും കൂടെ ഇട്ട് കൊടുക്കാം. അതിനകത്തോട്ട് കുറച്ച് ഡാഷ് ഓഫ് പെപ്പറും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കുക്കായാൽ മതി, ഒരു ലൈറ്റ് ബ്രൗൺ ആയാൽ മതി. അപ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് അതിനെ മാറ്റാം. അത് കഴിഞ്ഞ് ഞാനിവിടെ കോൺ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ ഇതുപോലെ ബട്ടറിൽ സോട്ട് ചെയ്ത് എടുക്കാം. ഇങ്ങനെ എല്ലാ വെജിറ്റബിൾസും ബട്ടറിൽ സോട്ട് ചെയ്താണ് എടുക്കേണ്ടത്. ഇപ്പോൾ കോണും ബട്ടറിൽ നല്ലതായിട്ട് സോട്ടായി വരുന്നുണ്ട്. അതിൻ്റെ ജസ്റ്റ് ഒന്ന് എല്ലാവരും പക്വം ആയാൽ മതി. അധികം അങ്ങനെ നമ്മൾ ഓൾറെഡി കുക്കാണ്. ഇതിനെ മാറ്റാം. അത് കഴിഞ്ഞ് നമുക്ക് ബീൻസും ക്യാരറ്റും കൂടെ ചെയ്യും. പിന്നെ ബട്ടർ ചൂടാക്കി അതിനകത്തോട്ട് ക്യാരറ്റും ബീൻസും ഇട്ടിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ജസ്റ്റ് പെപ്പറും കൂടെ ഇട്ടാൽ അത് ഓൾമോസ്റ്റ് കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഇനി ഞാനിതിനെ പ്ലേറ്റ് ചെയ്യട്ടെ. ഒരു സെർവിങ് ഡിഷിലോട്ട് ഞാനിപ്പം വെജിറ്റബിൾസും സോസും വെച്ചു. അതിൻ്റെ കൂടെ കുറച്ച് പാഴ്സൽ ഇട്ട് കൊടുത്തു വെജിറ്റബിൾസിൻ്റെ മുകളിൽ. പിന്നെ പോർക്ക് ചോപ്സും വെച്ച് കൊടുത്തു. അതിൻ്റെ മുകളിൽ സോസ് ഒഴിച്ചിട്ട് വേണം സെർവ് ചെയ്യാനായിട്ട്. നമ്മൾ ഹോൾ പീസ് ഓഫ് പോർക്കും ഇതുപോലെ കുക്ക് ചെയ്തിട്ട് നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം. അതാണ് ഞാനന്ന് മൃണാൾസിന് കൊടുത്തത്. 2 ടൈപ്പിലും ചെയ്യാം. ഇപ്പോൾ പോർക്ക് ചോപ്സ് ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ. ഇതുപോലെ ചിക്കനോ ബീഫോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ.